ലാറ്ററൽ എൻട്രി എന്ന കോൺസെപ്റ്റിനോട് തന്നെ എതിർപ്പ് തോന്നേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ലാറ്ററൽ എൻട്രി ആയിട്ട് മറ്റേതെങ്കിലും വ്യാവസായിക മേഖലയിലോ മറ്റേതെങ്കിലും ഒക്കെ വകുപ്പിലോ ഒക്കെ ഇരിക്കുന്നവരെ ഇങ്ങനെ കൊണ്ടുവന്ന് ടെക്നോളജി അപ്ഗ്രഡേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? നിലവിലിരിക്കുന്ന ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര്, ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവർ, ഇന്ത്യൻ ഫോറിൻ സർവീസിലുള്ളവർ, ഇന്ത്യൻ പോലീസ് സർവീസിലുള്ളവർ, അങ്ങനെയുള്ള എല്ലാ സിവിൽ സർവൻസിനും ഒരു ഡീമോറലൈസ്ഡ്, അതായത് അവർക്ക് കിട്ടുന്ന ഒരു കനത്ത അടി പോലെയാണ് ഇത്തരം അപ്പോയിന്റ്മെന്റ്സ് വരിക. പക്ഷേ ഇത്തരം അപ്പോയിന്റ്മെന്റ്സ് ആവശ്യമാണ് താനും. എന്താണ് രണ്ടും കൂടി ഞാൻ പറയുന്നത്? ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. അമേരിക്കൻ ഇക്കോണമിയുടെ ആ രീതി അവർ എന്താണ് ചെയ്യുക? അതായത് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടി അഭിജിത് ബാനർജി, ആരാണ് ഈ അഭിജിത് ബാനർജി എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ട ഏറ്റവും പ്രമുഖനായ ഇന്ത്യൻ എക്കണോമിസ്റ്റ്, ബംഗാളിൽ നിന്നുള്ള എക്കണോമിസ്റ്റ് ആണ്, അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എക്കണോമിസ്റ്റ് ആണ് അഭിജിത് ബാനർജി. അപ്പൊ ബാനർജി തന്റെ നോബൽ സമ്മാനമൊക്കെ കിട്ടിയതിന് ശേഷം 2019 ആ നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം എഴുതി 2019 തന്നെ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. ഇന്ത്യൻ ഇക്കോണമി എന്നതിൽ പറയുന്നില്ല, പക്ഷെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടി എഴുതിയ ബുക്കാണ് എന്ന് അദ്ദേഹം തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2019 ഇലക്ഷൻ വരികയായിരുന്നു, ആ സമയത്താണ്. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മാത്രമല്ല, നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ സിവിൽ സർവീസിലേക്കൊക്കെ 10, 25, 28 വയസ്സിനകത്ത് സർവീസിൽ കയറുന്ന ഒരാള് ഡെപ്യൂട്ടി സെക്രട്ടറി പോലെയുള്ള പദവിയിലേക്ക് എത്തണമെങ്കിൽ 10, 25 വർഷമെങ്കിലും പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വരുമ്പോഴത്തേന് ഇപ്പൊ സിവിൽ സർവീസിലൊക്കെ വരുന്ന പലരും IIT-യിൽ നിന്നോ IIM-ൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പഠിച്ചു വരുന്നവരാണ് അധികം പേരും സിവിൽ സർവീസ് വരുന്നവർ. പക്ഷേ 25 വർഷമൊക്കെ അവർ IAS-ൽ വന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോഴേക്കും അവർ പഠിച്ച ടെക്നോളജിയിലും അവർ മറന്നുപോകും. അത് തന്നെയല്ല, അഡ്മിനിസ്ട്രേഷന്റെ തന്നെ ടെക്നോളജി അതിൽ തന്നെ അവർ കുറച്ച്, അതായത് അവർ എന്നും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അവരുടെ വളർച്ച ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ അഡ്മിനിസ്ട്രേഷന് പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ ഒരു പടി താഴെയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്ഗ്രഡേഷൻ, അതായത് അവരുടെ മികവിനെ, അവരുടെ കഴിവിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് അഭിജിത് ബാനർജി എന്താ പറയുന്നതെന്നറിയോ? അമേരിക്കയൊക്കെ ചെയ്യുന്നത് എന്താണ്? കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സും ചെയ്യും. അതിന് ലാറ്ററൽ എൻട്രി എന്നൊരു പദം ഞാൻ കണ്ടിട്ടില്ല അഭിജിത് ബാനർജിയുടെ പുസ്തകത്തിൽ. ആ പുസ്തകം ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ. അപ്പൊ അതിനകത്ത് പക്ഷെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് എത്ര കാലത്തേക്ക്? സർവീസിലുള്ള ഈ പറയപ്പെട്ട സിവിൽ സർവീസിലുള്ള പ്രമുഖരെ, അതായത് ടോപ്പിലിരിക്കുന്നവരെ, അവരെ മാത്രമാകണമെന്നില്ല, താഴെയുള്ളവരെയും അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക. ഒരു പക്ഷേ സർവീസിൽ ഇരിക്കുമ്പോൾ ഒരു ഇന്റേൺഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്. അങ്ങനെ അവരെ അതായത് ഈ പുതിയ ടെക്നോളജി ഏതാണ് നമ്മുടെ ആവശ്യം, ആ ടെക്നോളജി, ആ വിദ്യയിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തുക. അങ്ങനെ ഉയർത്തി കഴിയുന്നത് വരെയാണ് ആ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആയത് കാരണം കോൺട്രാക്ട് പീരീഡ് തീരുമ്പോൾ അവര് പിരിഞ്ഞു പോകുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് എന്താ പറയുക, പെൻഷൻ കൊടുക്കണോ, അത് കൊടുക്കണോ, ഇത് കൊടുക്കണോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല അത്തരം കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ. അതാണ് അഭിജിത് ബാനർജിയുടെ ഗ്രന്ഥത്തിൽ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അത് ഇന്ത്യക്ക് വേണ്ടി എഴുതിയതാണ് എനിക്ക് തോന്നുന്നു. അഭിജിത് ബാനർജി ആ കാലഘട്ടത്തിൽ, ഈ ലോക്സഭാ ഇലക്ഷൻ വരുന്ന കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു, BJP ആയിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഏത് ഗവൺമെന്റ് ഇന്ത്യയിൽ ഭരണത്തിലെത്തിയാലും ആ ഭരണം നല്ല ശക്തമായ ഭരണമാകണം, ഇന്ത്യ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിക്കാരുമായിട്ടും അദ്ദേഹത്തെ തേടി ചെന്നവരെയൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയും അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അപ്പം ഈ കോൺസെപ്റ്റ് ഇത് പക്ഷേ 2019 കാര്യം. 2005 ലാറ്ററൽ എൻട്രി നിയമം കൊണ്ടുവന്നത് UP എന്ന് പറയുന്നതിനെ പറ്റി വിശദമായിട്ട് പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. രണ്ടായാലും ഇതുപോലെയുള്ള കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അവർ പോകും. കോൺട്രാക്ട് പീരീഡ് കൊണ്ട് സർവീസിലിരിക്കുന്ന ആരെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കണോ അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കും. നമ്മുടെ സമ്പദ്ഘടനയുടെ എഫിഷ്യൻസി, കാര്യക്ഷമത വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓരോ ഘട്ടത്തിലും
ഒരുപക്ഷെ എല്ലാ വർഷവും ഇങ്ങനെ ഉള്ള കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് കുറച്ചു പേർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ഈ പ്രാവശ്യം അപ്പോയിന്റ് ചെയ്തവരായിരിക്കത്തില്ല അടുത്ത പ്രാവശ്യം വേണ്ടി വരിക. കാരണം ഈ പ്രാവശ്യത്തെ ആവശ്യമായിരിക്കത്തില്ല, ഈ പ്രാവശ്യത്തെ മേഖലയിലായിരിക്കത്തില്ല അടുത്ത പ്രാവശ്യം വേണ്ടി വരിക. അപ്പൊ അതിനനുസരിച്ച് മാറി മാറി കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് നടത്തുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യവുമാണ്. അത് തന്നെയാണ് അഭിജിത്ത് ബാനർജി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ലാറ്ററൽ എൻട്രി എന്ന കോൺസെപ്റ്റിനെ ഒന്ന് നന്നായി പരിശോധിച്ച് അതിന് പകരം ഈ പറയപ്പെട്ട കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് ആണോ അതോ ലാറ്ററൽ എൻട്രി തന്നെ ഒരു കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് തോതിൽ 3 to 5 years എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ 3 to 5 years കഴിയുമ്പോഴത്തേക്കും ഇൻ ദ ലോങ് റൺ വി ആർ ഓൾ ഡെഡ് എന്ന് ജോൺ മേനാർഡ് കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 5 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭരണചക്രത്തിന്റെ കാലം മുഴുവനുമാണ്. ഒരു ഭരണചക്രം തീരുമ്പോഴത്തേക്ക് അടുത്ത ഭരണം വരുന്നു. അതും ഇപ്പൊ മോദി 3ാം പ്രാവശ്യം വന്നതുപോലെ വരികയാണെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം വീണ്ടും അവരെ ഇതിൽ തന്നെ പിടിച്ചു നിർത്തി അവർക്ക് റിട്ടയർമെന്റ് ഇല്ല, അല്ലെങ്കിൽ റിട്ടയർമെന്റ് വളരെ വർഷങ്ങൾക്ക് ശേഷം എന്ന രീതിയിലൊക്കെ വരാവുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രോ കോർപ്പറേറ്റ് നയങ്ങളെ പ്രീണിപ്പിക്കുകയും ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് ഷോർട്ട് പീരീഡിലേക്ക് ആകുന്നതാണ് ഉത്തമം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അഭിജിത്ത് ബാനർജി തരുന്ന നോളജിന്റെ ബേസിസിലും എൻ്റെ കോമൺ സെൻസ് അനുസരിച്ചും എനിക്ക് തോന്നുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ ലാറ്ററൽ നിയമന രീതിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പിന്മാറേണ്ടി വന്നു എന്നത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്, ഡെമോക്രസിയുടെ വിജയമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വിജയമാണ്. എന്തുകൊണ്ടാണ് ഇത് ഡെമോക്രസിയുടെ വിജയമാണ്, പ്രതിപക്ഷത്തിന്റെ വിജയമാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ വിജയമാണ് എന്നൊക്കെ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് പറയുന്നത് എത്ര ശതമാനം സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി മാറ്റിവെക്കണം, അതുപോലെ OBCക്ക് വേണ്ടി മാറ്റിവെക്കണം. ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടിന്റെ ബേസിസിലാണ് ഇത്തരത്തിലുള്ള മാറ്റിവെക്കലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഇക്വാളിറ്റി ഉള്ള, അതായത് തുല്യതയുള്ള ഒരു സമൂഹത്തിലേക്കുള്ള പ്രയാണം, അതാണ് ഇന്ത്യൻ ഡെമോക്രസി ലക്ഷ്യമിടുന്നത്. അങ്ങനെ തുല്യതയുള്ള ഒരു സമ്പദ്ഘടനയിലേക്ക്, ഒരു മാതൃകയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ സ്വതന്ത്രമായ കാലത്ത് നമുക്കറിയാം വലിയ അസന്തുലിതാവസ്ഥ, എല്ലാ മേഖലകളിലും അസന്തുലിതാവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു നാം സ്വതന്ത്രമായ കാലഘട്ടം. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലും അതിനു മുൻപും രാജഭരണ കാലത്തും ഒരുപാട് പേർ ചവിട്ടി അമർത്തപ്പെട്ടവരായിരുന്നു. സവർണർ മാത്രമായിരുന്നു ജീവിതത്തിന്റെ മുൻനിരയിലേക്ക് വന്നിരുന്നവർ. അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്, സ്വത്ത് വിഭജിക്കപ്പെട്ടിരുന്നത്, അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഒക്കെ ഈ സവർണരുടെ അവകാശങ്ങൾക്കും അവരുടെ സൗകര്യങ്ങൾക്കും അവരുടെ സുഖങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ സ്വതന്ത്ര ഭാരതം തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റുവിനെ പോലെയും മറ്റതുപോലുള്ള സാരഥികള്, പ്രത്യേകിച്ച് നാം ജവഹർലാൽ നെഹ്റുവിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് തന്നെ മഹാത്മാഗാന്ധിയെയാണ് ഓർമ്മിക്കേണ്ടത്. അദ്ദേഹം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ് എന്ന പുസ്തകത്തിലൂടെ, ഗ്രന്ഥത്തിലൂടെ, അദ്ദേഹത്തിന്റെ പഠിപ്പീരുകളിലൂടെ, അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ കൊണ്ടുവന്നത് ഒരു സമത്വ സുന്ദരമായ ഗ്രാമാന്തരീക്ഷം, ഇന്ത്യ മുഴുവനും സമത്വ സുന്ദരമായ ഒരു ഗ്രാമാന്തരീക്ഷം വന്നു കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ മഹത് ഗ്രന്ഥം വില്ലേജ് സ്വരാജ് എന്ന് വെച്ചാൽ സ്വതന്ത്ര ഭരണമുള്ള ഗ്രാമങ്ങൾ എന്നാണ്, സ്വാശ്രയ ഗ്രാമങ്ങൾ, അതായിരുന്നു അദ്ദേഹം വിഭാവന ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വാശ്രയ ഗ്രാമം വരണമെങ്കിൽ അവിടെ ജാതിഭേദമോ മതഭേദമോ ഒന്നും ഉണ്ടായിക്കൂടാ. അവിടെ എന്താണ് ഉണ്ടാകേണ്ടത്? അവിടെ തുല്യതയാണ് ഉണ്ടാകേണ്ടത്. അവസരങ്ങളിൽ തുല്യത, സ്വത്തിൽ തുല്യത, വിതരണത്തിൽ തുല്യത. വിതരണത്തിലൂടെ മാത്രമേ അസമത്വം കുറച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ തുല്യതയിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് വിതരണം, തുല്യതയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? ആദ്യം തന്നെ തൊഴിലുകളിൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. അതായത് തൊഴിലുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടത്? ഓരോ ജാതിയിലുമുള്ള, അതായത് അന്ന് ഭരണഘടന വിചാരിച്ചതുപോലെ, തീരുമാനിച്ചതുപോലെ, കണ്ടെത്തിയതുപോലെയാണ് എത്ര ശതമാനമാണ് ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടത്, എത്ര ശതമാനം സംവരണമാണ് ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടത്, എത്ര ശതമാനമാണ് ബാക്കി വരുന്നതാണ് OBCക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് സവർണർക്ക് കിട്ടേണ്ടത്. ആ തരത്തിൽ തുല്യതയിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന ഈ സംവരണ പ്രിൻസിപ്പിൾസ് ഒക്കെ. അപ്പൊ ആ സംവരണ പ്രിൻസിപ്പിൾസിനെ
അപ്പൊ നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യയിൽ അസമത്വം കൊടികുത്തി വാഴുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട്, ഇത്ര 75 വർഷം കഴിഞ്ഞ്, നമ്മൾ 1947 മുതൽ ഈ 2024 വരെ ശ്രമിച്ചിട്ടും ഇപ്പോഴും തുല്യതയിലേക്ക് എത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഈ അടുത്ത കഴിഞ്ഞ 10 വർഷക്കാലത്ത് തോമസ് വിക്കറ്റിയും അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന മറ്റു 2 ഇന്ത്യക്കാരും വേറൊരു ഫ്രഞ്ചുകാരനും കൂടെ ചേർന്ന് നടത്തിയ പഠനം, ആ പഠനം കാണിക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ അസമത്വം 1920കളിലെ അസമത്വത്തെക്കാൾ കൂടുതലായെന്നാണ് അവരുടെ കണ്ടെത്തല്. അപ്പൊ അങ്ങനെ അസമത്വം വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലാറ്ററൽ എൻട്രി വഴിയായിട്ട് പ്രധാനപ്പെട്ട പോസ്റ്റിങ്സ് നടത്താനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും കൂടി തീരുമാനിക്കുന്നത്. അപ്പോഴാണ് അത് അതിനെ മാറ്റിക്കളയേണ്ടി, അത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ഡെമോക്രസിയുടെ വിജയം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ വിജയം, അതാണ് പ്രതിപക്ഷത്തിന്റെ വിജയം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാകുന്നത്? അത് രാഹുൽ ഗാന്ധിയാണ് വളരെ ശക്തിയുക്തമായിട്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിനെ എതിർക്കാൻ തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, സംവരണ തത്വങ്ങൾ മറികടന്ന് ഒരു നിയമനവും ഇവിടെ അനുവദിക്കില്ല, അത് ഞങ്ങൾ തടഞ്ഞിരിക്കും എന്ന് അദ്ദേഹം കട്ടായം പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന് തോന്നാൻ തുടങ്ങിയത്, അയ്യോ 2 സംസ്ഥാനങ്ങൾ ഇതാ ഇപ്പൊ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്, ആ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും വേറെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അങ്ങനെ പതുക്കെ പതുക്കെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ വരാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയതോടുകൂടി പതുക്കെ വാല് ചുരുട്ടുകയാണ് നല്ലത് എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചറിയാനായിട്ട് ഭരണകക്ഷിയിൽ തന്നെയുള്ള ചിരാഗ് പാസ്വാൻ, അദ്ദേഹം മന്ത്രി കൂടിയാണ് കേന്ദ്രത്തിലെ, അദ്ദേഹവും പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനെ ഈ സംവരണ തത്വത്തെ അട്ടിമറിക്കുന്ന ഒരു ലാറ്ററൽ എൻട്രി പറ്റില്ല, അതിനോട് ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്ന്. അപ്പോൾ ഒരുപക്ഷെ താമസിയാതെ ഗവൺമെന്റ് മറിഞ്ഞു വീണേക്കാം ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞു പോയാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂത്രശാലിയായ നമ്മുടെ പ്രധാനമന്ത്രി പതുക്കെ അതിൽ നിന്ന് ചുവട് മാറുന്നത്. അപ്പൊ ചുവട് മാറുമ്പോൾ അതിനൊരു കാരണമായിട്ട് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് അദ്ദേഹം പോലും അറിയാതെയാണ് UPSC ഇങ്ങനെ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടിയിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്ന് തോന്നും ചില വിശദീകരണങ്ങൾ കേട്ടാൽ. എന്താണ് ആ വിശദീകരണം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് കേന്ദ്ര പേഴ്സണൽ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് UPSC അധ്യക്ഷയ്ക്ക് അയച്ച കത്ത്, ആ കത്തിലെ ഒരു സെന്റൻസ് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ആ സെന്റൻസ് നമുക്ക് നോക്കാം. ഭരണഘടന അനുശാസിക്കുന്ന സംവരണ തത്വം പാലിച്ചുകൊണ്ടാകണം ലാറ്ററൽ എൻട്രി നിയമനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയം എന്ന് കേട്ടാൽ, അതായത് ഈ ദൃഢനിശ്ചയത്തിന്റെ കാര്യം കേട്ടാൽ തോന്നും ഈ പറയപ്പെട്ട അധ്യക്ഷ, അതായത് UPSCയുടെ അധ്യക്ഷ സ്വമേധയാ ഒരു വിജ്ഞാപനം ഇറക്കിയതാണ്, ഇങ്ങനെ ലാറ്ററൽ എൻട്രി നടത്താൻ പോകുന്നു, എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉടനെ അപ്ലൈ ചെയ്തോളൂ എന്ന് ഒരു വിജ്ഞാപനം ഇറക്കിയതാണ് എന്ന് തോന്നും. അല്ല, ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചാണ് ലാറ്ററൽ എൻട്രി നടത്തണം എന്ന് തീരുമാനിക്കുന്നതും അതിനുള്ള വിജ്ഞാപനം ഇറക്കാൻ UPSCയോട് ആവശ്യപ്പെടുന്നതും. അങ്ങനെ UPSC വിജ്ഞാപനം ഇറക്കി. വിജ്ഞാപനം പുറത്തു വന്ന ഉടനെ തന്നെ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു, പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായി. അതിന്റെ പ്രത്യാഘാതം ഇങ്ങനെയുള്ള പല തെറ്റായ നയങ്ങളും കഴിഞ്ഞ 10 വർഷത്തെ മോദി ഗവൺമെന്റ് എടുത്തതിന്റെ, പ്രത്യേകിച്ചും 2ാം മോദി ഗവൺമെന്റ് എടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ കൂട്ടുകക്ഷി ഭരണമായി വരേണ്ടി വന്നത്. അതായത് 2ാം മോദി ഗവൺമെന്റിന് ലോകസഭയിൽ മഹാഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം എന്ന് നമുക്കതിനെ പറയാം, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജ്യസഭയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ നിന്നാണ് ഇപ്പോ ലോകസഭയിൽ പോലും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മറ്റ് 2 പാർട്ടികളുടെ സഹായം തേടി, അങ്ങനെയാണ് കൂട്ടുകക്ഷി ഭരണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം കൂട്ടുകക്ഷി ഭരണമാണ് എന്ന് അറിയാതെ ആയിരിക്കണം നരേന്ദ്രമോദി ഇങ്ങനെ UPSC അധ്യക്ഷയ്ക്ക് ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്ത് നിന്ന് പോലും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതൊരു കൂട്ടുകക്ഷി ഭരണമാണ്, പണ്ടുണ്ടായിരുന്നത് പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും പറ്റാത്ത അന്തരീക്ഷമാണ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭരണം തന്നെ ത്രിശങ്കുവിലാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ അത് UPSC അധ്യക്ഷയ്ക്ക് പിൻവലിക്കാൻ, ഈ ലാറ്ററൽ എൻട്രിയുടെ കാര്യം പിൻവലിക്കാനുള്ള
ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ അവരത് പിൻവലിക്കുന്നു. അപ്പൊ ഇത് പിൻവലിക്കുമ്പോഴും ഇവർ പറയുന്നത് ഇത് UPA ഗവൺമെന്റ് കാലത്ത് തന്നെ ഈ ലാറ്ററൽ എൻട്രി ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ, UPA കാലത്ത് കൊണ്ടുവന്ന രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ 2005 വീരപ്പ മൊയ്ലി അതിന്റെ അധ്യക്ഷനായിരിക്കെ ഇങ്ങനെ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തു. അതിനുശേഷം ലാറ്ററൽ എൻട്രി UPA നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണ്, ചില വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളിലേക്ക് അവിടെ ചില വിദഗ്ധരുടെ ആവശ്യമുണ്ടാകുന്ന വേളകളിൽ അത്തരം വിദഗ്ധർക്ക് വേണ്ടി ലാറ്ററൽ എൻട്രി നടന്നിരുന്നു എന്ന് തന്നെയാണ് ആ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തെ പറ്റി നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം പക്ഷെ അതും ലാറ്ററൽ എൻട്രി ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3, 4 വകുപ്പുകളിൽ ലാറ്ററൽ എൻട്രി നടത്തുന്നത് പോലെ അല്ല ഇവിടെ ലാറ്ററൽ എൻട്രി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. 24 മന്ത്രാലയങ്ങളിൽ ജോയിന്റ് സെക്രട്ടറി പദവികൾ, ഡയറക്ടർ, ഡെപ്യൂട്ടി സെക്രട്ടറി, ഇങ്ങനെയുള്ള ജോയിന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി സെക്രട്ടറി ഇങ്ങനെയുള്ള തസ്തികകളാണ് ഒഴിവായി കിടക്കുന്നത്. ടോപ്പിലുള്ള തസ്തികകൾ, അങ്ങനെ 45 തസ്തികകളിലേക്കാണ് ഒറ്റയടിക്ക് ലാറ്ററൽ എൻട്രി തീരുമാനിച്ചിരുന്നത്. അതാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്.